ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CC ബാങ്ക്. ഞാൻ മേഘ. സൂപ്പർ ഓവർ എന്നുള്ള സീരീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നും ഇതുപോലെ തന്നെ കോപ്പറേറ്റീവ് ലോന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അപ്പോഴാണ് നമുക്ക് അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്ത് പോകാനും നിങ്ങളുടെ ഡിമാൻഡും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, യെസ്. Which one of the following is not related to Rule 9? Okay, R9 എന്നാണ് Rule 9 of the KCS Rules 1969. അപ്പോൾ ഈ ചോദ്യം നോക്കണേ. Which one of the following is not related? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അത് പ്രത്യേകം നിങ്ങൾ നോട്ട് എന്നാണെങ്കിൽ നോട്ട്, അല്ലെങ്കിൽ ഒള്ളി, അങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. പരീക്ഷയ്ക്ക് അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇപ്പം നോട്ട് റിലേറ്റഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി എന്താണ്, എന്തുമായി ബന്ധപ്പെട്ടാണ്? An application forwarded to the registrar for registering an amendment of bylaw shall contain the particulars. അപ്പോൾ ബൈലോ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ, ബൈലോ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ, രജിസ്ട്രാർക്ക് ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ വെക്കാറുണ്ടല്ലോ. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വെക്കും, അതിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതിൽ പെടാത്തത്, ആ വെക്കുന്ന കാര്യങ്ങളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ചോദ്യം മനസ്സിലായില്ലേ? യെസ്. ഇനി ഓപ്ഷൻസ് നോക്കാം. എ, ഡേറ്റ് ഓഫ് ദ കമ്മിറ്റി മീറ്റിംഗ്. ബി, quorum required for general body meeting as per bylaw. C, number of days notice issued to members for convening the meeting. D, number of members present in the meeting. അപ്പൊ എന്തായിരിക്കും ഉത്തരം വരിക? ഒന്ന് കമന്റ് ചെയ്യൂ. അപ്പൊ ഇത് നിങ്ങൾക്ക് പലപ്പോഴും ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി ബൈലോ ഭേദഗതിയൊക്കെ ഒരുവിധം എല്ലാവരും നന്നായി പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിലുള്ള പെർട്ടിക്കുലേഴ്സ് കുറേ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യണമെന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വായിച്ചു വിട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അത് അത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ടാവണമെന്നില്ല. ഓക്കെ, പക്ഷെ കണ്ടോ ചോദ്യം എവിടുന്നാ വരുന്നത് എന്നുള്ളത്? യെസ്, ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പൊ നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം കൂടിയാണിത്. അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ CSEBയുടെ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ഒരു പാറ്റേൺ ഓഫ് ചോദ്യമായിരിക്കും ഇനി അടുത്ത എക്സാമിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്താ ആൻസർ വരിക? നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. നമുക്ക് ആൻസറിലേക്ക് കിടക്കാം, കണ്ടുപിടിക്കാം ആൻസർ എന്താന്ന്. നോക്കൂ, എവറി ആപ്ലിക്കേഷൻ മെയ്ഡ് ടു ദ രജിസ്ട്രാർ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് അമെൻമെന്റ് ഷാൾ ബി സൈൻഡ് ബൈ ദ സെക്രട്ടറി ആൻഡ് 2 members ഓഫ് ദ കമ്മിറ്റി ആൻഡ് ഷാൾ കണ്ടെയ്ൻ ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെയാണ്? എല്ലാ ആപ്ലിക്കേഷനും, രജിസ്ട്രാറിന് നമ്മൾ കൊടുക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും എന്ത് വേണം? അതിൽ സെക്രട്ടറിയും പിന്നെ 2 കമ്മിറ്റി അംഗങ്ങളും ഒപ്പിടണം. അപ്പൊ ബൈലോ ഭേദഗതിക്ക് സമർപ്പിക്കുന്ന അപേക്ഷയിൽ, രജിസ്ട്രാർക്ക് സമർപ്പിക്കുന്ന അപേക്ഷയിൽ സെക്രട്ടറിയും 2 കമ്മിറ്റി അംഗങ്ങളും ഒപ്പിടണം. ഇതാണ് ഒരു ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടണം? എ, the date of the general body meeting at which the amendment was made. amendment നടത്തിയ ജനറൽ ബോഡി മീറ്റിംഗിന്റെ ഡേറ്റ്. നോക്കൂ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ജനറൽ ബോഡി മീറ്റിംഗിന്റെ ഡേറ്റ് ആണ് അതിൽ വെക്കേണ്ടത് അല്ലേ, പെർട്ടിക്കുലേഴ്സിൽ വെക്കേണ്ടത്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ എന്തായിരുന്നു? യെസ്, ഡേറ്റ് ഓഫ് ദ കമ്മിറ്റി മീറ്റിംഗ് എന്നാ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, ഇതാണ് പലർക്കും എന്താണ് സംശയം വരാൻ സാധ്യത. എന്തോ ഒരു മീറ്റിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട് എന്നുള്ളത് അറിയാം. അപ്പൊ അത് ജനറൽ ബോഡി മീറ്റിംഗ് ആണോ കമ്മിറ്റി മീറ്റിംഗ് ആണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജനറൽ ബോഡി മീറ്റിംഗ് എന്നാണ് റൂൾ 9 പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ ചോദ്യത്തിൽ ഓപ്ഷൻ തന്നിട്ടുള്ളത് കമ്മിറ്റി മീറ്റിംഗ് ആണ്. കമ്മിറ്റി മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണസമിതിയുടെ മീറ്റിംഗ് ആണ്, അതല്ല. ജനറൽ ബോഡി പൊതുയോഗത്തിന്റെ മീറ്റിംഗിന്റെ തീയതിയാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പൊ എത്രത്തോളം പെർട്ടിക്കുലർ ആയിട്ട്, എത്രത്തോളം സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിക്കണം, നോട്ട് ചെയ്ത് മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്. അപ്പൊ ഈ രീതിയിലാണ് ചോദ്യകർത്താവ് ചിന്തിക്കുന്നത്. ഓക്കെ, CSEB ചിന്തിക്കുന്നത്. അപ്പൊ നമ്മളും എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ചിന്തിക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് അല്ലേ, ലോല് പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല സ്ഥലത്തും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്തിട്ട് വേണം അടുത്ത പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ quorum required for general body meeting, ഇതൊക്കെ ഓൾറെഡി അതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. അപ്പോൾ ആൻസർ എന്താ വരിക? നോട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഡേറ്റ് ഓഫ് ദ കമ്മിറ്റി മീറ്റിംഗ് ആണ്. ഇവിടെ കമ്മിറ്റി മീറ്റിംഗ് അല്ല വരേണ്ടത്, പകരം വരേണ്ടത് എന്താ? യെസ്, ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. ഇനി ദ നമ്പർ ഓഫ് ഡേയ്സ് നോട്ടീസ് ഗിവൺ ടു കൺവെൻ ദ ജനറൽ ബോഡി മീറ്റിംഗ് അല്ലെ. ജനറൽ ബോഡി മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട്
എത്ര ഡേയ്സ് നോട്ടീസ് കൊടുത്തു എന്നുള്ളത്. പിന്നെ നമ്പർ ഓഫ് ഡേയ്സ് നോട്ടീസ് റിക്വയർഡ് ആസ് പെർ ദ ബൈലോസ്, അല്ലെ, ബൈലോ പ്രകാരം ജനറൽ ബോഡി മീറ്റിംഗിന് എത്ര ദിവസത്തെ നോട്ടീസ് സെർവ് ചെയ്യണമായിരുന്നു അതാണ്. അടുത്തതോ ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി ഓൺ ദ ഡേറ്റ് ഓഫ് സച്ച് മീറ്റിംഗ്, അല്ലെ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി ഓൺ ദ ഡേറ്റ് ഓഫ് സച്ച് മീറ്റിംഗ് അത് വേണം. പിന്നെ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹു ഫോംഡ് ദ ക്വാറം, അല്ലെ, ക്വാറത്തിന് എത്ര പേര് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് അറ്റ് സച്ച് മീറ്റിംഗ് വേണം. പിന്നെ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹു എക്സസൈസ് ദിയർ വോട്ട്സ് അറ്റ് ദ മീറ്റിംഗ് വേണം. പിന്നെ എന്ത് വേണം, ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹു വോട്ടഡ് ഫോർ ദ അമെൻമെന്റ് വേണം. കണ്ടോ, അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഇനിയും ചോദ്യങ്ങൾക്ക് നല്ല സ്കോപ്പ് ഉണ്ട്. അപ്പൊ നന്നായിട്ട് ഇത് സൂക്ഷ്മമായി തന്നെ മനസ്സിലാക്കി തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും ഒരു നമ്മളതിനെ ഇങ്ങനെ എഡ്ജിൽ നിർത്തുന്നത്, അല്ലെ. കട്ട് ഓഫിന്റെ 1 മാർക്ക് 2 മാർക്കൊക്കെ താഴെ വന്നിട്ട് ഇങ്ങനെ അയ്യോ ഒരു മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ പാസ്സായി പോയേനെ, അല്ലെ, അല്ലെങ്കിൽ ലിസ്റ്റിൽ വന്നേനെ എന്നൊക്കെ നമ്മളിങ്ങനെ കരയുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ശരിക്കും നമ്മളതിനെ പെടുത്തുന്നത്. അപ്പോൾ അതിൽ പെടാതിരിക്കുക. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷെ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാമിന് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു എഡ്ജ് തരും എന്നുള്ളതാണ്. അപ്പോൾ ഇനി പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നോട്ട് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട് കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എമംഗ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഡാഷ് ബോർഡ് മെമ്പേഴ്സ് ഷാൾ ബി ഇലക്റ്റഡ് ബൈ ക്ലാസ് എ മെമ്പേഴ്സ് ഓഫ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പൊ പറഞ്ഞിട്ടുള്ളത് കേരള ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കേരള ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് എന്താ ചോദിച്ചിട്ടുള്ള ഡാഷ് ബോർഡ് മെമ്പേഴ്സ് ഷാൾ ബി ഇലക്റ്റഡ് ബൈ ക്ലാസ് എ മെമ്പേഴ്സ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അഥവാ കേരള ബാങ്കിന്റെ ക്ലാസ് എ മെമ്പേഴ്സിൽ നിന്നും എലക്ട് ചെയ്യപ്പെടുന്ന ആളുകളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതും പരീക്ഷയ്ക്ക് ഇത് ഫെബ്രുവരി 15-ാം തീയതി നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പല ഉദ്യോഗാർത്ഥികളെയും കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. കാരണം ഈ ക്ലാസ് എ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പ്രശ്നമായി, അല്ലേ. റൂൾ 28A പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു 26A പറയുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. പക്ഷെ അവിടെ ക്ലാസ് എ മെമ്പർന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ ഉത്തരമൊക്കെ കിട്ടും, എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന ഉറവിടം എവിടുന്നാന്ന് നമുക്ക് നോക്കിയാലോ. യെസ്, ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേരള ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ. അപ്പൊ അത് പറയുന്നതിന് മുന്നേ, അതിന് എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ പറയട്ടെ, ഏപ്രിൽ 25-ാം തീയതി വൈകിട്ട് 9 മണിക്ക് നമ്മുടെ ആതിര മിസ് ഒരു ഫ്രീ വെബിനാറുമായിട്ട് വരുന്നുണ്ട്. ഈ ഫ്രീ വെബിനാറിൽ നിങ്ങൾ എങ്ങനെയാണ്, ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നില്ലേ കട്ട് ഓഫിനെ മറികടക്കാനായിട്ട് ലോനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു. അപ്പോൾ മിസ് അതുപോലെ തന്നെ കോർപ്പറേഷനും ബാങ്കിങ്ങും മറ്റ് പൊതുവായിട്ടുള്ള മറ്റ് വിഷയങ്ങൾക്കൊക്കെ എങ്ങനെയാണ് നമുക്ക് ആ ഒരു കട്ട് ഓഫിനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെയും ബാങ്കിങ്ങിൻ്റെയൊക്കെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. പിന്നെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പരീക്ഷയെ സമീപിക്കേണ്ടത് എന്താണ്, പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു വെബിനാർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഇതിന് രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോം നമ്മൾ താഴെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഏപ്രിൽ 25-ാം തീയതി ആതിര മിസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് നമ്മുടെ എക്സ്പ്ലനേഷനിലേക്ക് പോയാലോ. നോക്കൂ, ഇത് കേരള ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നുള്ള ഡാറ്റയാണ് കേട്ടോ. അതിൽ നിന്നാണ് ഇത് പറയുന്നത്. ഇത് ലോന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡാറ്റ അല്ല. ഇത് കേരള ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി നോക്കിയാൽ കേരള ബാങ്കിനെ കുറിച്ചുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ ഡാറ്റ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ദ ജനറൽ ബോഡി ഇസ് ദ സുപ്രീം അതോറിറ്റി. ജനറൽ ബോഡിയാണ് പരമാധികാരം, അല്ലെ. ദ മാനേജ്മെന്റ് ഓഫ് ദ ബാങ്ക് ഇസ് വെസ്റ്റഡ് ഇൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സബ്ജക്ട് ടു ദ ജനറൽ കൺട്രോൾ ഓഫ് ജനറൽ ബോഡി. ജനറൽ ബോഡിയുടെ കൺട്രോളിന്റെ കീഴിൽ വരുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് നമ്മുടെ കേരള ബാങ്കിന്റെ മാനേജ്മെന്റ് നടത്തുന്നത്. ദർ ഇസ് ഓൾസോ എ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഫോർ ദ ബാങ്ക്. ഇൻ കേരള ബാങ്ക് ദർ ആർ 1506 primary cooperative banks and 51 urban cooperative banks are also members. Total members 1557. അതായത് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകളും അതുപോലെ തന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളും ഉൾപ്പെടുന്നതാണ് നമ്മുടെ കേരള ബാങ്കിന്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അർബൻ കോപ്പറേറ്റീവ് ബാങ്കും ഉണ്ട്, പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കും ഉണ്ട്. ഓക്കെ അല്ലേ? ഈ നമ്പർ ഇപ്പൊ നിലവിലുള്ള നമ്പറാണിത്. ഇത് ചിലപ്പോൾ മാറ്റം വരാം. നിങ്ങൾക്ക് അറിയാലോ, പുതിയ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിനും ഒക്കെ അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാം കേട്ടോ. ഈ ജനറൽ ബോഡി എന്ന് പറയുന്നതിൽ ജനറൽ ബോഡി ഓഫ് ദ ബാങ്ക് ഷാൽ കൺസിസ്റ്റ് ഓഫ് ഡെലിഗേറ്റ്സ് ഓഫ് ദ എ ക്ലാസ് മെമ്പേഴ്സ്. എ ക്ലാസ് മെമ്പേഴ്സിനുള്ള ഡെലിഗേറ്റ്സ് ഉണ്ടായിരിക്കും. എ ക്ലാസ് മെമ്പേഴ്സ് പറഞ്ഞാൽ ആരൊക്കെയാ? പാക്സും അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളും. അപ്പൊ എ ക്ലാസ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? പാക്സും
അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളും. ഇനി എക്സ് ഒഫിഷ്യോ ഡയറക്ടേഴ്സ്. എക്സ് ഒഫിഷ്യോ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അവരൊരു ഒഫീഷ്യൽ പൊസിഷൻ ഹെൽഡ് ചെയ്യുന്ന ആളുകളായിരിക്കും. അവര് ഡയറക്ടേഴ്സ് ആയിട്ട് ഇതിലുണ്ട്. പിന്നെ ഡയറക്ടേഴ്സ് നോമിനേറ്റഡ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന, നാമനിർദ്ദേശം ചെയ്യുന്ന, നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളും എന്താണ് ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരിക്കും അല്ലെ. ഡയറക്ടേഴ്സ് ആയിട്ട് നമ്മുടെ ജനറൽ ബോഡിയിൽ ഉണ്ടായിരിക്കും. ഇനി അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൺസിസ്റ്റ് ഓഫ് ആരൊക്കെയുണ്ട്? പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, പിന്നെ ആരുണ്ട്? 19 ഡയറക്ടേഴ്സ്. അപ്പോ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പിന്നെ 19 ഡയറക്ടേഴ്സ്. അപ്പൊ ടോട്ടൽ എത്ര പേരുണ്ട്? 21 അല്ലെ. പ്രസിഡന്റ് പ്ലസ് വൈസ് പ്രസിഡന്റ് പ്ലസ് 19, അങ്ങനെ 21 ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ളത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ ബാങ്ക് ഷാൾ കൺസിസ്റ്റ് ഓഫ് 21 members, of which 15 members are elected by the A class members of the bank. ഇതല്ലേ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് അല്ലേ? ഇതല്ലേ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്? അതെ, 15 members ഇലക്ട് ചെയ്യപ്പെടുന്നതാണ്. എവിടെ നിന്നും? എ ക്ലാസ് അംഗങ്ങളിൽ നിന്നും. എ ക്ലാസ് അംഗങ്ങളിൽ നിന്നും ഇലക്ട് ചെയ്യപ്പെട്ട് വരുന്ന 15 അംഗങ്ങൾ. അപ്പൊ ഉത്തരം എന്തായിരുന്നു? അതില് 15 അംഗങ്ങൾ എന്നുള്ളതാണ് ആൻസർ കേട്ടോ. ആ ക്വസ്റ്റ്യന്റെ ഉത്തരം 15 members എന്നുള്ളതാണ്. അതിന്റെ ഉറവിടം, ക്വസ്റ്റ്യന്റെ സോഴ്സ് ആണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആർ ആസ് ഫോളോസ്. അപ്പൊ ഇതിൽ തന്നെ ഈ 15 പേരിൽ എങ്ങനെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നോക്കൂ. 14 members എവിടുന്നായിരിക്കും? 1 ഫ്രം ഈച്ച് ഡിസ്ട്രിക്ട് റെപ്രസെന്റിംഗ് ദ പാക്സ്. പാക്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഓരോ ജില്ലയിൽ നിന്നും ഒരാൾ, അങ്ങനെ 14 ജില്ലയിൽ നിന്നും 14 ആളുകൾ. ഇലക്ടഡ് ബൈ ദ എ ക്ലാസ് മെമ്പേഴ്സ് ഓഫ് ദ ബാങ്ക് ഫ്രം എമംഗ് ദ ഡെലിഗേറ്റ്സ് ഓഫ് പാക്സ് അല്ലെ. അപ്പൊ ഇത്രയും 14 ജില്ലയിൽ നിന്ന് 14 പേര്. ഇനി ഈ 14 പേരിൽ തന്നെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നോക്കിയേ, പാക്സിൽ നിന്നും ടോട്ടൽ നമുക്കറിയാം എത്ര പേരുണ്ട്? 15 ഇലക്ടഡ് മെമ്പേഴ്സ് ഉണ്ട് അല്ലെ. ഇലക്ടഡ് മെമ്പേഴ്സിന്റെ കാര്യം മാത്രമാണ് ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതില് 14 പേര് എവിടുന്നാണ്? പാക്സ് എന്നാണെന്ന് പറഞ്ഞു. ഇതിൽ തന്നെ ഡിവിഷൻ വരുന്നുണ്ട്. നോക്കൂ, ജനറൽ 10 പേര്. ജനറലില് 10 ആളുണ്ടായിരിക്കും. വിമൺ റിസർവേഷൻ ആയിട്ട് 3 പേരുണ്ടായിരിക്കും. പിന്നെന്താ? SC ST ആയിട്ട് 1. മനസ്സിലായോ? ഇനി ദ ഡിസ്ട്രിക്ട്സ് ഫ്രം വിച്ച് വിമൺ ആൻഡ് SC ST മെമ്പേഴ്സ് ടു ബി ഇലക്ടഡ് ഷാൾ ബി ഡിസൈഡഡ് ബൈ the registrar of cooperative societies by way of taking lots. അതായത് ഏതൊക്കെ ജില്ലയിൽ നിന്നാണ് വിമൺ അതുപോലെ SC ST വരേണ്ടത് എന്നുള്ളത് എങ്ങനെയാ തീരുമാനിക്കുക? കാരണം ആകെ 3 വനിതകളുടെ റിസർവേഷനും പിന്നെ ഒരു SC ST റിസർവേഷനാണുള്ളത്. 14 ജില്ലയുണ്ട്. അപ്പോൾ ഇത് തീരുമാനിക്കുന്നത് RCS ആണ്. എങ്ങനെ? ലോട്ട് എടുത്തുകൊണ്ട് RCS ആണ് ഇത് തീരുമാനിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി in subsequent terms the districts once represented in each category shall be excluded from the lot till all the districts have been represented. അതായത് ഓരോ പ്രാവശ്യവും ഇങ്ങനെ എലക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ജില്ലകൾ ഓരോ പ്രാവശ്യം മാറ്റിക്കൊണ്ടിരിക്കും. കാരണം എല്ലാ ജില്ലകൾക്കും റെപ്രസെന്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ശരിയാണല്ലോ, എല്ലാ പ്രാവശ്യവും ഒരേ ജില്ലക്കാർക്ക് കിട്ടിയാൽ ശരിയാവുമോ? ഇല്ല. അപ്പൊ അതിനനുസരിച്ച് എന്താണ്? മാറ്റിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. ഇനി നോക്കിയേ, 1 member അല്ലെ, 14 പേര്. ഓക്കെ, ഇനി ഒരാളും കൂടി ഇല്ലേ? അത് എവിടുന്നാ വരുന്നേ? യെസ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 1 member representing the urban cooperative banks in the state is elected from, അതും ഇലക്ട് ചെയ്ത് വരുന്നതാണ്, elected from among the delegated board members of urban cooperative banks by A class members of the bank. അപ്പോൾ ഒരു മെമ്പർ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ഇലക്ട് ചെയ്യപ്പെട്ട് വരുന്നു. അങ്ങനെ 14 + 1 15 ഇലക്റ്റഡ് മെമ്പേഴ്സ് ആണുള്ളത് എ ക്ലാസ് അംഗങ്ങളിൽ നിന്നും. എ ക്ലാസ് അംഗങ്ങൾ എന്ന് പറയുന്നത് പാക്സും അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമാണ്. ഓക്കെ ആണോ? ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞിട്ടില്ല. ഇതിൽ 1-2 കാര്യങ്ങളും കൂടി പറയാനുണ്ട്. 2 ഇൻഡിപെൻഡന്റ് പ്രൊഫഷണൽ ഡയറക്ടേഴ്സ്. നമ്മൾ പറഞ്ഞു 2 ഗവൺമെന്റ് നോമിനീസ് ഉണ്ടാവുന്ന. അവരാരായിരിക്കും? ഇൻഡിപെൻഡന്റ് പ്രൊഫഷണൽ ഡയറക്ടേഴ്സ് എന്നാണ് പറയുന്നത്. നോമിനേറ്റഡ് ബൈ ദ ഗവൺമെന്റ്. 4 എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. അടുത്ത പ്രാവശ്യമൊക്കെ വരാൻ സാധ്യത ഉള്ളതാണ്. 4 എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. ആരൊക്കെയാണത്? ഒന്ന്, സെക്രട്ടറി കോർപ്പറേഷൻ ഗവൺമെന്റ് ഓഫ് കേരള, അതായത് കേരള ഗവൺമെന്റിന്റെ സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി. കേരള ഗവൺമെന്റ് സഹകരണ വകുപ്പിന്റെ സെക്രട്ടറിയാണ് ഒരു എക്സ് ഒഫിഷ്യോ മെമ്പർ. 2 RCS ആണ്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 3 ആരാണ്? ചീഫ് ജനറൽ മാനേജർ നബാർഡ് റീജിയണൽ ഓഫീസ് കേരള. കേരളത്തിന്റെ റീജിയണൽ ഓഫീസ്, കേരള റീജിയണൽ ഓഫീസിലെ നബാർഡിന്റെ, ഓക്കെ, നബാർഡിന്റെ ചീഫ് ജനറൽ മാനേജർ. പിന്നെ MD കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്, MD ഓഫ് കേരള ബാങ്ക് അല്ലെ, കേരള ബാങ്കിന്റെ MD. ഇങ്ങനെ 4 എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ആണ്
നമുക്ക് കേരള ബാങ്കിൽ 21 പേരിൽ ഉള്ള 4 ആളുകൾ, ഇവരാണ് എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ആയിട്ട് ഉണ്ടാവുക. ഇനി നോക്കൂ, ഇത് കൂടാതെ ഒരാളുണ്ട്, അതായത് 21 ആളാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ളത്. ഇത് കൂടാതെ ഒരു ഇൻവൈറ്റി, ക്ഷണിതാവ് എന്ന് പറഞ്ഞ ഒരാളും കൂടി ഉണ്ട്. 1 member who shall be invited by director board to represent the non-credit societies for a period of 1 year on rotation basis from among the apex cooperative federations of the state. Such invitee shall not have any voting right. അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നോൺ ക്രെഡിറ്റ് സംഘങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ എപ്പെക്സ് സംഘങ്ങളിൽ നിന്നുമുള്ള ഒരാള് ഇൻവൈറ്റി ആയിട്ടുണ്ടാവും, ക്ഷണിതാവായിട്ടുണ്ടാവും. അതും എങ്ങനെയാണ്? 1 വർഷ കാലാവധിക്ക് പറയുന്നുണ്ട് അല്ലേ, 1 വർഷ കാലാവധിക്കാണ് റൊട്ടേഷൻ ബേസിസിൽ. ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ 1 വർഷം മിൽമ എപ്പെക്സ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്, നിങ്ങൾക്ക് അറിയാം അല്ലെ, മിൽമ എന്ന് പറയുന്നത്. അപ്പോൾ മിൽമയിൽ നിന്നുള്ള ഒരാളാണ് ഫസ്റ്റ് ക്ഷണിതാവായിട്ട് ഇൻവൈറ്റ് ആയിട്ട് വരുന്നതെന്ന് വിചാരിക്കുക 1 വർഷത്തേക്ക്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വരുന്ന ആരായിരിക്കും? മാർക്കറ്റ് ഫെഡിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരാളായിരിക്കും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൺസ്യൂമർ ഫെഡ്, പിന്നെ ചിലപ്പോൾ ഹൗസ് ഫെഡ്, പിന്നെ വനിതാ ഫെഡ്. ഇങ്ങനെ ഇത് മാറിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇൻവൈറ്റിക്ക് എന്തില്ല? വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ പലർക്കും സംശയം തോന്നും, എത്ര അംഗങ്ങളാണ് അപ്പോൾ കേരള ബാങ്കിൽ ഉള്ളത് എന്നുള്ളത്. കേരള ബാങ്കിൽ 21 അംഗങ്ങൾ തന്നെയാണ്. ഒരാൾ ഇൻവൈറ്റിയാണ്. ഒരു ഇൻവൈറ്റി എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഉണ്ട്. ഇൻവൈറ്റി എന്ന് പറയുന്നത് നോൺ ക്രെഡിറ്റ് സംഘങ്ങൾക്ക് അവർക്കാണ് അല്ലെ, നോൺ ക്രെഡിറ്റ് സംഘങ്ങളിൽ നിന്നുമുള്ള ഒരു ക്ഷണിതാവ്. മനസ്സിലായോ? യെസ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളുടെ കാര്യങ്ങൾ പോകുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ കാര്യങ്ങളൊക്കെ ഇത്രയും വിശദമായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ CCയുടെ ബിഗിനേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബിഗിനേഴ്സ് ബാച്ചിൽ നമ്മൾ ഇങ്ങനെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും എങ്ങനെ പഠിക്കണം, ടോപ്പിക്കുകൾ ഉള്ളിൽ നിന്നും മനസ്സിലാക്കി ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി പോകാൻ തീർച്ചയായിട്ടും ഈ ഒരു ബാച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറയുന്നു, ലോയിൽ നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് ഇൻഹൗസിൽ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇൻഹൗസിൽ ക്ലാസ്സിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അല്ലേ. ഈ രീതിയിലാണ് നമ്മൾ ഇൻഹൗസിൽ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ്. അപ്പോൾ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സുകളും എല്ലാ ഫെസിലിറ്റീസും വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ഒരു നമ്മുടെ CSEയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം അവർക്ക് മാർക്ക് കിട്ടട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഫീഡ്ബാക്കുകൾ തരിക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. സോ താങ്ക് യു.